പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അതൊക്കെ വിടും. അദ്ദേഹം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു, ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറയുന്നതൊന്നും മുഖ്യമന്ത്രിയാകുമ്പോൾ നടപ്പാക്കാൻ കഴിയില്ല. ഇതാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കളുടെ വാദം. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ സർക്കാരിനെ വിമർശിക്കുക, എതിർക്കുക, അതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി. ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ നേതാവ് എന്ന പദവി അദ്ദേഹം ദുരുപയോഗം ചെയ്തു എന്ന ആരോപണത്തിന് ഇപ്പോൾ വി ഡി സതീശൻ അർഹനാണ്. എന്തുകൊണ്ടെന്നാൽ അന്ന് അദ്ദേഹം പറഞ്ഞതിന് ഘടകവിരുദ്ധമായ തീരുമാനങ്ങളാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാരിനെ, പിണറായി സർക്കാരിനെ ആക്രമിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചാണ്. കേരളം കടക്കെണിയിലാണ്, കടമെടുത്ത് മുടിയുകയാണ്. ഇങ്ങനെ കടമെടുത്താൽ കേരളം ശ്രീലങ്കയാകും. കേരളത്തിലെ ഓരോ പൗരന്റെയും മേൽ കടം കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് ഈ സർക്കാർ. കടമെടുത്ത പണം കൊണ്ട് ദൂർത്തടിക്കുകയാണ് ചെയ്യുന്നത് ഈ സർക്കാർ. അതുകൊണ്ട് UDF അധികാരത്തിൽ വന്നാൽ കടമെടുക്കില്ല എന്ന് മാത്രമല്ല, ഖജനാവ് നിറക്കാനുള്ള ബദൽ പരിപാടികൾ ഞങ്ങളുടെ മുന്നിലുണ്ട്, ഞങ്ങൾ അത് നടപ്പാക്കും എന്നാണ്. പൂച്ച പെറ്റുകിടക്കുകയാണ് ഖജനാവിൽ എന്നുകൂടി പറഞ്ഞു പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രി, വെറും മുഖ്യമന്ത്രിയല്ല, ധനകാര്യ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി. എന്താണോ LDF സർക്കാർ ചെയ്തത് അത് അതിനേക്കാളും വേഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായി. പ്രത്യേകിച്ച് കടമെടുക്കുന്ന കാര്യത്തിൽ വി ഡി സതീശൻ മാറിക്കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതെല്ലാം ഇപ്പോഴിതാ അദ്ദേഹം വിഴുങ്ങിയിരിക്കുന്നു. പുതിയ വാർത്ത വന്നിട്ടുണ്ട്, 2200 കോടി രൂപ കൂടി കടമെടുക്കുന്നു എന്ന്. ഓണച്ചെലവുകൾ പൂർത്തിയാക്കാൻ 2200 കോടി രൂപ കൂടി കടമെടുക്കുന്ന വിവരം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത കടം എത്രയാണ് എന്നറിയാമോ? 14,400 കോടി. ചെറിയ തുകയല്ല, 3 മാസമേ ആയുള്ളൂ. 3 മാസത്തിനകം തന്നെ 14,400 കോടിയോളം രൂപ കടമെടുത്തു കഴിഞ്ഞു. ഇനി കടമെടുക്കാൻ കഴിയുക 8,400 കോടി രൂപ മാത്രമാണ്. ഇനി കടമെടുക്കാൻ കഴിയുക 8,400 കോടി രൂപ മാത്രമാണ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ്? കടമെടുക്കാനുള്ള പരിധി ഉയർത്തണം എന്ന്. ഇതൊക്കെ തന്നെയാണ് LDFന്റെ കാലത്തും പറഞ്ഞത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വിരിഞ്ഞു മുറുക്കുകയാണ് എന്ന്. അപ്പോൾ അതെല്ലാം തള്ളിക്കളഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പ് കേടാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് പറഞ്ഞ ആളാണ് വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവ് ഏറ്റവും വലിയ ധനകാര്യ വിദഗ്ധനെ പോലെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഇവിടെ സ്വർണ്ണക്കടകൾ എത്രമാത്രം സ്വർണം വിൽക്കുന്നു, എന്തുകൊണ്ട് നികുതി ഈടാക്കുന്നില്ല? അങ്ങനെ തന്നെ 15,000 കോടിയോളം രൂപ സംസ്ഥാന ട്രഷറിയിലേക്ക്, ഖജനാവിലേക്ക് വരും. സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല, നികുതി പിരിവിൽ വലിയ അലംഭാവമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനാണ്. അദ്ദേഹം പറഞ്ഞു, നികുതി കുടിശ്ശിക 25,000 കോടിയിലധികം വരും, അതൊന്നും പിരിച്ചെടുക്കുന്നില്ല. LDF സർക്കാർ മാറി UDF സർക്കാർ വരികയാണെങ്കിൽ ഞങ്ങൾ നികുതി പിരിവ് ഊർജ്ജസ്വലമാക്കും, ഈ പണം മുഴുവൻ പിരിച്ചെടുക്കും, ഖജനാവ് നിറയ്ക്കും പറഞ്ഞത് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനാണ്. പക്ഷെ അദ്ദേഹം അധികാരത്തിലേറിയ ശേഷം കടമെടുത്തുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെല്ലാം പാളിപ്പോയിരിക്കുന്നു. കുറ്റം പറയരുത്, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാം. അതാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോഴത്തെ നിലപാട്. മുഖ്യമന്ത്രിയാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ലല്ലോ, അവിടെ പല പല കാര്യങ്ങളും നോക്കേണ്ടതില്ലേ, ഇതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ നേതാവായിരുന്നില്ല വി ഡി സതീശൻ എന്ന് അദ്ദേഹം സ്വയം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നും വിളിച്ചു പറഞ്ഞ നേതാവായി അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷവും അതുതന്നെയാണ് തുടരുന്നത്. പക്ഷേ വലിയ സാമ്പത്തിക വിദഗ്ധനാണ് ഞാൻ എന്ന് സ്വയം അവകാശപ്പെട്ട് മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ പക്ഷേ ആദ്യത്തെ 3 മാസം കൊണ്ട് തന്നെ പാളിപ്പോയിരിക്കുന്നു. ഞാനൊരു ധനകാര്യ വിദഗ്ധനൊന്നുമല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. കടമെടുത്തുകൊണ്ട് എത്ര മാത്രം കടമെടുക്കാൻ കഴിയുമോ അത്രമാത്രം കടമെടുത്ത് മുന്നോട്ട് പോവുക, അതാണ് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ, ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട്.